സങ്കീർത്തനങ്ങളുടെ പുസ്തകം 54 അധ്യായം അതിൻ്റെ 1 തിരുലിഖിതത്തിൻ്റെ ആദ്യ ഭാഗം വചനം പറയുന്നു, ദൈവമേ അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. എന്താണ് അങ്ങയുടെ നാമത്താൽ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാലുള്ള അർത്ഥം? ഇത് കേൾക്കുന്ന പാടെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിന്ത എന്തായിരിക്കും എന്നറിയാമോ? നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ രോഗങ്ങളോ ഭയങ്ങളോ അസ്വസ്ഥകളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് യേശുവിൻ്റെ നാമം ഇങ്ങനെ ഉരുവിട്ട് പ്രാർത്ഥിക്കാം. ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് കുറേ നേരം പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ അസ്വസ്ഥ മാറും, നമ്മുടെ പേടി മാറും, നമ്മുടെ ഉത്കണ്ഠ മാറും. അത് യേശുവിൻ്റെ നാമം പറയുന്നതിലൂടെ നമുക്ക് കിട്ടും എന്നുള്ള ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. ഈ വചനത്തിൻ്റെ അർത്ഥം ഈ വിധത്തിൽ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനൊരു അനുഗ്രഹം കിട്ടില്ല എന്ന് ഞാൻ പറയത്തില്ല. കാരണം അനേകം മക്കൾക്ക് യേശുവിൻ്റെ നാമം ഉരുവിട്ട് പ്രാർത്ഥിച്ചതിലൂടെ തന്നെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, വിടുതൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ വചനത്തിന് ആഴമായിട്ട് വേറൊരു അർത്ഥമുണ്ട്. കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന അർത്ഥവത്തായിട്ടുള്ളൊരു കാര്യം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതെന്താണെന്നറിയാമോ? കർത്താവിൻ്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കർത്താവിൻ്റെ നാമം മറ്റുള്ളവർ നിന്നിലൂടെ അറിയപ്പെടുന്നതിലൂടെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നു. അതായത് നിന്നിലൂടെ കർത്താവിൻ്റെ നാമം, കർത്താവിൻ്റെ ശക്തി മറ്റുള്ളവർ അറിയണം. ഇത് പുറപ്പാടിൻ്റെ പുസ്തകം 9 അധ്യായം അതിൻ്റെ 16 തിരുലിഖിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ദൈവം മോശയിലൂടെ കർത്താവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ഫറവയോട് കൃത്യമായിട്ട് പറയുകയാണ്. ഇവിടെ വചനം പറയുന്നു, എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. ഫറവോയെ കർത്താവ് അവിടെ ജീവൻ നിലനിർത്തി അനുഗ്രഹിച്ചതിൻ്റെ ലക്ഷ്യം എന്താണ്? കർത്താവിൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാൻ വേണ്ടി. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കർത്താവിൻ്റെ അനുഗ്രഹത്തിലൂടെയാണെന്ന് മറ്റുള്ളവരോട് പറയാനായിട്ടുള്ള വലിയൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. എൻ്റെ കർത്താവിനോടുള്ള ആഴമായിട്ടുള്ള അടുപ്പം മൂലം എന്നെ ദൈവം ശക്തമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. ഇത് മറ്റുള്ളവർ കേട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അവർക്കും ദൈവത്തിലേക്ക് കടന്നു വരുവാനുള്ള ഒരു വലിയ പ്രചോദനം കിട്ടും, വലിയൊരു ശക്തി കിട്ടും. അപ്പോൾ കർത്താവിൻ്റെ നാമം, കർത്താവിൻ്റെ ശക്തി മറ്റുള്ളവരിലേക്ക് നീ അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ നാമം എന്താണെന്ന് ആ സമയം മറ്റുള്ളവർ മനസ്സിലാക്കിയെടുക്കുകയാണ്. അതവർക്ക് വലിയൊരു പ്രചോദനമാണ്. അപ്പോൾ അവരും കർത്താവിൻ്റെ രക്ഷയെക്കുറിച്ച് അറിയുവാനും ദൈവത്തിലേക്ക് കടന്നു വരുവാനും നീ ഒരു കാരണമായിട്ട് അവിടെ മാറുകയാണ്. അപ്പോൾ ദൈവനാമം നിന്നിലൂടെ മറ്റുള്ളവർ അറിയുവാൻ വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ നാമത്താൽ രക്ഷിക്കണമേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. കർത്താവിൻ്റെ നാമം മറ്റുള്ളവർ അറിയാൻ വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ നാമത്തിലൂടെ കർത്താവ് രക്ഷ കൊടുക്കുന്നത്. ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈശോയെ, വലിയൊരു തിരിച്ചറിവിലേക്ക് ഞാൻ ഈ സമയം എത്തുകയാണ്. അങ്ങയുടെ നാമത്താൽ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പല പ്രാവശ്യങ്ങളിലായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങയുടെ നാമം മറ്റുള്ളവരോട് പറയുന്നതിൽ ഞാൻ ഒത്തിരി പരാജയപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവരോട് യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് പറയുവാൻ, യേശു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനായിട്ട് പലപ്പോഴും ഞാൻ മടി കാണിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ച എൻ്റെ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നാമത്തിലൂടെ ഞാൻ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അങ്ങയുടെ നാമം, അങ്ങയുടെ ശക്തി മറ്റുള്ളവർ എന്നിലൂടെ അറിയണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ഈ തിരിച്ചറിവ് എനിക്ക് നൽകിയതിനെ ഓർത്ത് അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു. അങ്ങയുടെ നാമം മറ്റുള്ളവരിലേക്ക് എത്തുവാൻ, അതിലൂടെ എൻ്റെ ആത്മീയ ഭൗതിക മേഖലകൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ, അതിലൂടെ എൻ്റെ ശാരീരിക രോഗ മേഖലകളിൽ നിന്ന് വലിയൊരു വിടുതൽ കിട്ടുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ. അതിനായിട്ട് നിങ്ങളുടെ നാമത്താൽ എന്നെ ശക്തിപ്പെടുത്തണമേ, എനിക്ക് സൗഖ്യം നൽകണമേ. ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈശോയിൽ നിന്ന് ഒരു ആശീർവാദം സ്വീകരിക്കാം.